LLM പരീക്ഷയിൽ കോപ്പിയടിച്ച സംഭവത്തിൽ IG TJ ജോസിനെ ചോദ്യം ചെയ്തു. ADGP ശങ്കർ റെഡ്ഡി നേതൃത്വത്തിൽ തൃശൂർ പോലീസ് അക്കാദമിയിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ZG ദിൽജിത്ത് എന്തൊക്കെ തരത്തിലുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നു? പ്രദീപ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് LLM പരീക്ഷയിൽ കോപ്പിയടിച്ച് പിടിയിലായ തൃശൂർ റേഞ്ച് AG TJ ജോസിനെ തൃശൂർ പോലീസ് അക്കാദമിയിൽ വെച്ച് ചോദ്യം ചെയ്തത്. ഉത്തരമേഖല ADGP N ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് തൃശൂർ പോലീസ് അക്കാദമിയിൽ വിളിച്ചു വരുത്തി IG ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ 3 മണിക്കൂറോളം നീണ്ടതായാണ് വിവരം. ഇത്തരത്തിൽ ഈ പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ടും ഈ പരീക്ഷ എഴുതുന്നതിനിടെ പിടിയിലായത് സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണ് IG നിന്ന് ആരാഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു സംഭവം രാവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട MG യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി രജിസ്ട്രാർ AC ബാബുവിനെയും തൃശ്ശൂരിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും MG യൂണിവേഴ്സിറ്റിക്ക് പരീക്ഷാ കൺട്രോളർ മുഖേന റിപ്പോർട്ട് നൽകുകയും ചെയ്തത് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിർണായകമായേക്കാവുന്ന ഒരു മൊഴി MG യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി രജിസ്ട്രാർ AC ബാബുവിന്റേതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് വിളിച്ചു വരുത്തി ഇന്ന് രാവിലെ മൊഴിയെടുത്തിരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയും ഇത്തരത്തിൽ മൊഴിയെടുപ്പ് നടന്നിരുന്നു. സംഭവമുണ്ടായ കളമശ്ശേരി സെന്റ് തോമസ് കോളേജിൽ വെച്ചും മൊഴിയെടുപ്പ് നടത്തിയിരുന്നു. അവിടെ വെച്ച് പരീക്ഷാ ചുമതലയുള്ള ചീഫ് സൂപ്രണ്ട്, അഡീഷണൽ ചീഫ് സൂപ്രണ്ടന്റ്, കോപ്പിയുടെ പിടികൂടിയ ഇൻവിജിലേറ്റർ, അതുപോലെ തന്നെ സർവകലാശാല നേരിട്ട് നിയോഗിച്ച 2 ഇൻവിജിലേറ്റർമാർ എന്നിവരുടെ മൊഴിയാണ് അന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് അന്ന് ഈ മൊഴിയെടുപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം അവധിയായിരുന്നതിനാൽ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മൊഴി നിർണായകമായത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇന്ന് തൃശ്ശൂരേക്ക് വിളിച്ചു വരുത്തി ADGP N ശങ്കർ റെഡ്ഡി നേരിട്ട് തന്നെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. രാവിലെ 11 മണിയോടെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ 12 മണിയോടെ നീണ്ടു. അതിനുശേഷമാണ് പോലീസ് പ്രസിൽ വെച്ചായിരുന്നു ഈ ഡെപ്യൂട്ടി രജിസ്ട്രാറെ ചോദ്യം ചെയ്തിരുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് തൃശ്ശൂർ പോലീസ് അക്കാദമിയിലേക്ക് അവിടേക്ക് IG TJ ജോസിനെ വിളിച്ചു വരുത്തുകയുമായിരുന്നു. തുടർന്ന് അവിടെ വെച്ചാണ് മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വെച്ചാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത്. ഈ പരീക്ഷ സംബന്ധമായിട്ടുള്ള ഉയർന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി സംബന്ധിച്ച വിഭാഗത്തിൽ നിന്നുണ്ടായിരിക്കുന്ന പരാതിയും മറ്റുമാണ് ആരാഞ്ഞത്. പരീക്ഷയും ഇതിനു മുമ്പ് എഴുതിയിരിക്കുന്ന പരീക്ഷകളുടെ കാര്യങ്ങളും അന്വേഷണത്തിന്റെ വിധേയമാക്കുമെന്നാണ് അറിയുന്നത്. CG ദിൽജിത്ത്. IG TJ ജോസിനെതിരായ കോപ്പിയടി വിവാദം സിൻഡിക്കേറ്റ് അന്വേഷണ ഉപസമിതിയിൽ കോപ്പിയടി ഒതുക്കൽ വിദഗ്ധനും കോട്ടയം ജില്ലയിൽ ഒരു പ്രമുഖ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ കൂട്ടക്കോപ്പിയടി റിപ്പോർട്ട് മുക്കിയ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ N ജയകുമാറാണ് അന്വേഷണ സംഘത്തിലെ പ്രമുഖൻ. ഇതോടെ IGക്കെതിരായ അന്വേഷണം പ്രഹസനമാകുമെന്ന് ഉറപ്പായി. IG TJ ജോസിനെതിരായ കോപ്പിയടി അന്വേഷിച്ച് ശിക്ഷാ നടപടികൾ കൈക്കൊള്ളേണ്ട ഉപസമിതിയിൽ അംഗമാണ് ഡോക്ടർ N ജയകുമാർ. ഭരണാനുകൂല സംഘടനയായ GCTOയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഇയാൾ കോട്ടയം ജില്ലയിലെ ഒരു പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിലെ കൂട്ടക്കോപ്പിയടി ഒതുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചാലാണെന്നാണ് ആരോപണം. കോട്ടയം ജില്ലയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ 75 വിദ്യാർത്ഥികൾ കൂട്ടക്കോപ്പിയടിച്ചത് കളമശ്ശേരി SCMS കോളേജിലെ വാല്യുവേഷൻ ക്യാമ്പിൽ കണ്ടെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ വിദഗ്ധരായ 4 എഞ്ചിനീയറിംഗ് അധ്യാപകർ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും കോപ്പിയടി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സിൻഡിക്കേറ്റ് ഉപസമിതി അംഗങ്ങളായ ഡോക്ടർ N ജയകുമാർ, B സുശീലൻ എന്നിവർക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ വിദഗ്ധരുടെ കണ്ടെത്തലുകളും അന്വേഷണ റിപ്പോർട്ടും അവഗണിച്ച് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കുന്ന നിലപാടാണ് ഡോക്ടർ N ജയകുമാർ ഉൾപ്പെട്ട സിൻഡിക്കേറ്റ് ഉപസമിതി സ്വീകരിച്ചത്. ഇവർ അട്ടിമറിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചിട്ടുണ്ട്. കോപ്പിയടിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത ഡോക്ടർ N ജയകുമാറിനെയാണ് കോപ്പിയടി സംബന്ധിച്ച ക്രമക്കേടുകൾ തടയുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള സമിതിയുടെ തലവനായി കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. കോപ്പിയടി ഒതുക്കിയതിന് പിന്നിൽ സാമ്പത്തികമായ ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ IGക്കെതിരായ അന്വേഷണം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നതിന്റെ സൂചനകളാണ് ഇവിടെ വെളിപ്പെടുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. അധ്യാപകന്റെ കൈവെട്ട് കേസിലെ 10 പ്രതികൾക്ക് 8 വർഷം തടവ്. മുഖ്യപ്രതികളെ സഹായിച്ച 3 പേർക്ക് 2 വർഷത്തെ തടവും വിധിച്ചു. കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലാണ് പ്രതികളെ കൊച്ചിയിലെ NIA കോടതി ശിക്ഷിച്ചത്. ഭീകരവാദം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞതിനാൽ 13 പേരെ കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിരുന്നു. ഇതിൽ 10 പേർക്കെതിരെ UAPA നിയമം ചുമത്തിയത് കോടതി ശരിവച്ചിരുന്നു. ഇവർക്കാണ് 8 വർഷത്തെ തടവ് ശിക്ഷ കോടതി വിധിച്ചത്. വിവിധ വകുപ്പുകൾ പ്രകാരം പിഴയും വിധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 3 പേർക്ക് 2 വർഷത്തെ തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രതികൾ പിഴത്തുക സമാഹരിച്ച് 8 ലക്ഷം രൂപ അധ്യാപകന് നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ശിക്ഷ അപര്യാപ്തമായതിനാൽ അപ്പീൽ പോകുമെന്ന് NIA പ്രോസിക്യൂട്ടർ അർജുൻ അമ്പലപ്പറ്റ പറഞ്ഞു. തീവ്രവാദമെന്ന് കണ്ടിട്ടുള്ള ഒരു കേസിൽ 8 വർഷത്തിൽ നിർത്താമെന്ന് പറഞ്ഞാൽ
ഏതായാലും പരിശോധിച്ചിട്ട് അപ്പീൽ കൊടുക്കേണ്ടതാണ്. എൻ്റെ മേലുദ്യോഗസ്ഥരായിട്ട് സംസാരിച്ച ശേഷം തീരുമാനിക്കുന്നതാണ്. എന്നെ അപ്പീൽ പോകും. എന്നെ എന്തായാലും അപ്പീൽ എന്നെ പോകേണ്ട. അതേസമയം ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചതായി പ്രതിഭാഗം അഭിഭാഷകൻ PC നൌഷാദ് പറഞ്ഞു. അത് തീർച്ചയായും അത് അംഗീകരിച്ചുകൊണ്ടാണ് പരമാവധി ശിക്ഷ ഭീകരപ്രവർത്തനത്തിനുള്ള പരമാവധി ശിക്ഷ ജീവപര്യന്തം കൊടുത്തിട്ടില്ല. പ്രതിഭാഗത്തിൻ്റെ വാദം ഒരു വ്യക്തിക്കെതിരെയുള്ള അക്രമമാണ്, സമൂഹത്തിനെതിരെയുള്ള അക്രമമല്ല എന്ന വാദം അംഗീകരിച്ചുകൊണ്ടായിരിക്കണം ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ ഈ കേസിൽ നൽകിയത്. അതെ, തീർച്ചയായും ജയിലിൽ കിടന്ന കാലയളവ് കഴിച്ചുള്ള ബാക്കി കാലയളവ് മാത്രമേ തടവ് അനുവദിക്കൂ. 2010 ജൂലൈ 4-നാണ് മതനിന്ദ ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അധ്യാപകനെ ആക്രമിച്ചത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ NIA ആണ് അന്തിമഘട്ടത്തിൽ കേസന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. 31 പേരുടെ വിചാരണ പൂർത്തിയാക്കിയ കോടതി 18 പേരെ വെറുതെ വിട്ടിരുന്നു. ഒന്നാം പ്രതി സവാദ്, മുഖ്യസൂത്രധാരൻ MK നാസർ എന്നിവരുൾപ്പെടെ 5 പേർ ഇപ്പോഴും ഒളിവിലാണ്. കൊച്ചിയിലെ NIA കോടതിയിൽ നിന്നും KG ദിനകരനൊപ്പം KM ഉമേഷ്. ബോളിവുഡ് താരം സൽമാൻ ഖാനെതിരായ ശിക്ഷാവിധി നടപ്പാക്കുന്നത് മുംബൈ ഹൈക്കോടതി തടഞ്ഞു. അപ്പീലിൽ തീരുമാനമാകും വരെയാണ് വിധി തടഞ്ഞിട്ടുള്ളത്. മുംബൈ ഹൈക്കോടതി സൽമാന് ജാമ്യവും നീട്ടി നൽകിയിട്ടുണ്ട്. മുംബൈ സെഷൻസ് കോടതി വാഹനാപകട കേസിൽ സൽമാൻ ഖാന് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചത് വസ്തുതകൾ പരിഗണിക്കാതെയാണെന്നായിരുന്നു സൽമാനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അമിത് ദേശായി വാദിച്ചത്. അപകടം നടക്കുന്ന സമയത്ത് വാഹനത്തിൽ 4-മനായി കമാൽ ഖാൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. സൽമാൻ ഖാന്റെ അംഗരക്ഷകൻ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. വാഹനം 100 കിലോമീറ്റർ വേഗതയിലായിരുന്നു ഓടിച്ചതെന്നും ഹോട്ടലിൽ നിന്നും അപകടമുണ്ടായ സ്ഥലത്തേക്കുള്ള 14 കിലോമീറ്റർ ദൂരം 30 മിനിറ്റ് കൊണ്ടാണ് വാഹനം സൽമാൻ ഖാൻ ഓടിച്ചെത്തിച്ചതെന്നുമായിരുന്നു രവീന്ദ്ര പാട്ടീൽ നൽകിയ മൊഴിയിലുള്ളത്. 100 കിലോമീറ്റർ വേഗതയിലോടിയാൽ 14 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ എങ്ങനെ 30 മിനിറ്റ് എടുക്കും എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ചോദിച്ചു. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. പ്രതിഭാഗം സൂചിപ്പിച്ച കാര്യങ്ങളിൽ പ്രോസിക്യൂട്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ജഡ്ജി തിപ്സെ ചോദിച്ചെങ്കിലും പ്രോസിക്യൂഷൻ അഭിഭാഷകൻ സന്ദീപ് ഷിൻഡെയ്ക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ജഡ്ജി സെഷൻസ് കോടതി വിധി താൽക്കാലികമായി മരവിപ്പിച്ചത്. ജൂലൈയിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെയാണ് ശിക്ഷ മരവിപ്പിച്ചത്. 30,000 രൂപ സെഷൻസ് കോടതിയിൽ കെട്ടിവെച്ച് സൽമാന് ജാമ്യമെടുക്കാമെന്നും ഹൈക്കോടതി വിധിച്ചു. കഴിഞ്ഞ ദിവസമാണ് 2002 സെപ്റ്റംബർ 28-ന് നടന്ന വാഹനാപകട കേസിൽ സൽമാൻ ഖാനെ 5 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. വിജേഷ് നടുവിൽ, ദില്ലി. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന സായി സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് ആലപ്പുഴയിൽ തന്നെ തുടർ ചികിത്സ നൽകും. പെൺകുട്ടികൾക്ക് ഇപ്പോൾ നൽകുന്ന ചികിത്സയിൽ എയിംസ് വിദഗ്ധർ തൃപ്തി പ്രകടിപ്പിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായി എയിംസ് വിദഗ്ധർ വീഡിയോ കോൺഫറൻസ് നടത്തി. മരിച്ച പെൺകുട്ടിയുടെ കുടുംബത്തിന് സായി 5 ലക്ഷം രൂപ ധനസഹായം നൽകും. കായിക താരങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കൗൺസിലിംഗ് നടത്തുമെന്ന് ജിജി തോംസൺ അറിയിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആലപ്പുഴ സായി സെന്ററിലെ 3 പെൺകുട്ടികളുടെ നിലയിൽ നേരിയ പുരോഗതിയുള്ളതായി ഡോക്ടർമാർ പറഞ്ഞു. ഡൽഹി എയിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവുമായി നടന്ന വീഡിയോ കോൺഫറൻസിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. മരണപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ സായി ഡയറക്ടർ ഇന്ന് കൈമാറി. അത്യാഹിത വിഭാഗത്തിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും ഇതിനുവേണ്ടി വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന എവിടെയും പെൺകുട്ടിയെ വിമാനമാർഗം എത്തിക്കുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണവും ഒരുക്കിയതായും ഡയറക്ടർ പറഞ്ഞു. We have been in touch with the All India Medical Institute and a medical board has been constituted under Dr. S.K. Sharma. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിന്മേൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരോപണ വിധേയായ സീനിയർ താരങ്ങളെ പോലീസ് ചോദ്യം ചെയ്തേക്കും. കുറ്റക്കാരെന്ന് കണ്ടാൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആലപ്പുഴ സായി സെന്ററിലെ 3 പെൺകുട്ടികൾ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ കഴിയുകയാണ്. ഇവരുടെ നിലയിൽ നേരിയ പുരോഗതി കൈവന്നിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എങ്കിൽ പോലും 72 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഡോക്ടർമാർക്ക് ഉറപ്പു പറയാൻ കഴിയുകയുള്ളൂ. ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ. സായിലെ പെൺകുട്ടികൾ വിഷക്കായി കഴിച്ചത് സീനിയർ താരങ്ങളുടെ പീഡനത്തെ തുടർന്നെന്ന് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ സഹപാഠി. ചികിത്സയിൽ കഴിയുന്ന കായിക താരങ്ങൾ ഇക്കാര്യം പറഞ്ഞതായി സഹപാഠി അറിയിച്ചു. ആത്മഹത്യാക്കുറിപ്പിൽ ഇവരുടെ പേരുകൾ ഉണ്ടെന്ന് പറഞ്ഞതായും സഹപാഠി വ്യക്തമാക്കി. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സീനിയർ താരങ്ങൾ പ്രതികരിച്ചു. ഇത് എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ഞാനിത് അറിയുന്ന പോലും. കൂട്ടത്തിലുള്ള പിള്ളേരും അറിഞ്ഞ് മേഡം അറിഞ്ഞ് എല്ലാവരും അറിഞ്ഞ് ഏറ്റവും അവസാനത്തെ ചൊവ്വാഴ്ച രാവിലത്തെ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്ക് ഞാനിങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പോലും അറിഞ്ഞു. ഞാൻ അതിനോട് അങ്ങനെ ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല അതിനോട്. പിന്നെ ഞാൻ എന്താ പറയുക, എനിക്കറിയത്തില്ല ഞാൻ എന്ത് പറയണമെന്ന്. ഒരു കാര്യത്തിൽ പോലും ഞാൻ എൻ്റെ അടുത്ത് ഒരു വഴക്കായിട്ട് പോലും ഞാൻ അതിനൊന്നും പറഞ്ഞില്ല. ഞാൻ അതിനെ നല്ല ഇവിടെ ഹോസ്റ്റലിൽ ആരെയും ഞാൻ ഒരു കാര്യത്തിൽ മറ്റുള്ള ഒരാളുടെ കാര്യത്തിൽ പോലും ഞാൻ ഇടപെടാറില്ല.
മന്ത്രി കെ ബാബുവിനെതിരായ ബാർക്കോഴ കേസിന്റെ അന്വേഷണത്തിൽ നിന്നും ജേക്കബ് തോമസിനെ മാറ്റിയതിൽ ദുരൂഹത. ജേക്കബ് തോമസിനെ മാറ്റാൻ ദിവസങ്ങൾക്ക് മുമ്പേ ധാരണയായിരുന്നു. എ ഗ്രൂപ്പിന്റെ കടുത്ത സമ്മർദ്ദം കാരണമാണ് മാറ്റിയതെന്നാണ് സൂചന. എ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജേക്കബ് തോമസിനെ ബാർക്കോഴ കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയിൽ നിന്ന് മാറ്റിയതായി പീപ്പിൾ TV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അന്ന് തന്നെ ആഭ്യന്തരമന്ത്രിയും വിജിലൻസ് ഡയറക്ടറും ഇത് നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. സർക്കാർ സംവിധാനത്തിന് കീഴിലാണെങ്കിൽ പോലും രാഷ്ട്രീയവും രാഷ്ട്രീയേതരവുമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായുള്ള ഇദ്ദേഹത്തെ ചുമതലാ നിർവഹണത്തിൽ നിന്ന് മാറ്റിയാൽ അത് വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുമെന്ന ബോധ്യത്താലാണ് വിൻസെൻ്റ് പോളും ആഭ്യന്തരമന്ത്രിയും വാർത്ത നിഷേധിച്ചത്. എന്നാൽ ഇതിനുശേഷം വിജിലൻസിൽ നടപ്പിലാക്കാൻ പോകുന്ന ചില പുതിയ പദ്ധതികളുടെ ഏകോപന ചുമതല ജേക്കബ് തോമസിന് നൽകി. ജില്ലകൾ സന്ദർശിച്ച് എത്രയും വേഗം റിപ്പോർട്ട് തയ്യാറാക്കി തരാൻ ആഭ്യന്തരമന്ത്രി ജേക്കബ് തോമസിന് നിർദ്ദേശവും നൽകി. കൃത്യാനന്തര ബാഹുല്യമുള്ള ജേക്കബ് തോമസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ എടുക്കുന്ന സമയത്തിനുള്ളിൽ ബാബുവിനെതിരായ ക്വിക്ക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനാണ് വിജിലൻസ് ഡയറക്ടർക്ക് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ജില്ലകൾ സന്ദർശിക്കുന്ന ജേക്കബ് തോമസിന് പകരം മറ്റൊരു ADGP-യായ ഷേഖ് ദർവാഷിസ് സാഹിബിനായിരിക്കും കേസിൻ്റെ മേൽനോട്ട ചുമതല. നിലവിൽ വിജിലൻസ് കേരളയുടെ വൈത്തിരിയിൽ നടക്കുന്ന വർക്ക്ഷോപ്പിലാണ് ജേക്കബ് തോമസ് ഉള്ളത്. വർക്ക്ഷോപ്പ് കഴിഞ്ഞതിന് ശേഷം ജേക്കബ് തോമസ് വയനാട്ടിൽ തന്നെ 2 ദിവസം തങ്ങിയേക്കും. ഇതിനുള്ളിൽ ക്വിക്ക് വെരിഫിക്കേഷൻ പൂർത്തിയായാൽ ജേക്കബ് തോമസിന് കേസന്വേഷണത്തിൽ ഇടപെടാനുമാവില്ല. എന്നാൽ ഇന്നും വാർത്തകൾ പാടെ നിഷേധിക്കുകയാണ് ആഭ്യന്തരമന്ത്രി ചെയ്തിരിക്കുന്നത്. ഇനി 22 ദിവസം കൂടി മാത്രമേ ജേക്കബ് തോമസിന് വിജിലൻസിൽ തുടരാനാവൂ. മെയ് 30-ന് ഒഴിവ് വരുന്ന 2 DGP പദവികളിലൊന്ന് ജേക്കബ് തോമസിന് നൽകിയേക്കും. ഫയർഫോഴ്സ്, പോലീസ്, ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്നീ നോൺ കേഡർ പോസ്റ്റുകളിലൊന്നാവും ജേക്കബ് തോമസിന് നൽകാൻ സാധ്യത. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.